ഒരു വീടിന് UPVC ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഫ്രെയിം വർക്കൊക്കെ കാര്യമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഷീറ്റ് കുറച്ച് ഭാഗം മേഞ്ഞിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ഇതിൻ്റെ റിഡ്ജസ് ബാക്കി ഈ ഒരു കമ്പനിയുടെയാണ് നമ്മൾ ഇവിടത്തേക്കുള്ള ഷീറ്റ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഭാഗം കൂടെ നമുക്ക് ഷീറ്റ് ഇടാനുള്ളൂ. ഷീറ്റിൽ ബാക്കിയൊക്കെ സ്ക്രൂ ചെയ്യാനുണ്ട്. ഇതിൻ്റെ 3 വേ ആണ്. ഇത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വ്യൂ ആണ്. ഇട്ടതിന് ശേഷം ഉള്ളിൽ ചൂടും കാര്യങ്ങളൊക്കെ കുറവാണ്. അടിഭാഗം പഴയ വീടാണ്. അടിഭാഗത്തേക്ക് മച്ചൊക്കെ വി ബോർഡ് ഉപയോഗിച്ച് മരത്തിൻ്റെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വി ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടൈൽ ഷീറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ഷീറ്റ് നമുക്കിത് വേസ്റ്റ് ആകാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഇവിടെ വേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഷീറ്റിനെ അപേക്ഷിച്ച് ഇത്തരം ഷീറ്റുകളിൽ വേസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേസ്റ്റ് വരും എന്തായാലും. അതുപോലെ ഈ ഷീറ്റ് സ്ക്രൂ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് സ്ക്രൂ ചെയ്തില്ലെങ്കിൽ സ്ക്രൂ ടൈറ്റ് അധികം കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒരു വാട്ടർ ടാങ്ക് വരുന്ന ഭാഗവും കൂടെ നമ്മളതുപോലെ ചെയ്തിട്ടുണ്ട്. ഫ്രെയിമൊക്കെ അടിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ വരുന്ന ഒരു ഷീറ്റാണ്. ഇതിൻ്റെ ബാക്കിയും കൂടെ ഷീറ്റ് ഇടാനുള്ളതാണ്. ഷീറ്റ് ഇതാ ഇവിടെ കുറച്ച് ഇറക്കി വെച്ചിട്ടുള്ള ഷീറ്റ് ഇതാണ്. ഗ്രേ കളറാണ് ഷീറ്റ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ പാത്തിയും കാര്യങ്ങളൊക്കെ ലെവൽ ചെയ്ത് ഫിറ്റിങ്സൊക്കെ വെക്കാനുണ്ട്. ഇപ്പോൾ കുറച്ച് ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ മൂല നമ്മൾ വെച്ചിട്ടുണ്ട്. കുറച്ച് മൂല വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ വെക്കാനുണ്ട്. ഈ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ലൊരു ഭംഗി കിട്ടും. പക്ഷെ നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോഴായാലും ബാക്കി ഷീറ്റ് മേയുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് വരും. അതിൻ്റെ അട്ടിക അടിക്കുന്നതും ബാക്കിയുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതുപോലെ നല്ല രീതിയിൽ വെയിലൊക്കെ അടിക്കുന്നിടത്ത് അതിൻ്റേതായൊരു ചെറിയൊരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതായത് ഷീറ്റ് നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് നമ്മൾ കയറി ചവിട്ടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നൊരു പ്രശ്നമുണ്ട്. എങ്കിലും ബാക്കിയുള്ള നമ്മളെ ഇരുമ്പിൻ്റെയൊക്കെ ഷീറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ ഈട് നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് സാധാരണ സ്ഥലങ്ങളിൽ പുക ഒക്കെ പിടിക്കുന്ന സ്ഥലം അതുപോലുള്ളിടത്തൊക്കെ പുകയൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ഷീറ്റ് തുരുമ്പ് പിടിച്ച് പോകാനുണ്ട്. അപ്പോൾ തുരുമ്പിൻ്റെ കാര്യത്തിൽ UPVC ഷീറ്റ് പേടിക്കാനില്ല. ഇത് ഷീറ്റ് താഴേന്ന് ഇതിൻ്റെ റിഡ്ജ് ഇട്ട് വരുന്നതാണ്. ഇതുപോലെയുള്ളത് ഒരു 3 വേ നമുക്ക് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. 3 വേ എന്തായാലും ഇതിന് ജോയിൻ്റ് ആക്കാൻ കുറച്ച് പണിയാണ്. നമ്മൾ വിചാരിച്ച പോലെ സെറ്റാക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മളത് സെറ്റാക്കി എടുത്തത്. ഇതിൻ്റെ സ്ക്രൂ ഒരുമിച്ച് തന്നെ അടിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓരോ ഭാഗം തീർത്ത് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നീട് ഇതിലേക്ക് കയറി ഇറങ്ങാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഷീറ്റ് ഷോർട്ട് വന്നിട്ട് ഒരാഴ്ചയൊക്കെ ഗ്യാപ്പിൽ മാത്രമേ ഷീറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം നിർത്തിയിട്ടാണ് ബാക്കി പണിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ മിക്സായിട്ടൊക്കെ കാണുന്നത്. ഇനി ഇതുപോലെ ചിമ്മിനിയുടെ മുകൾ ഭാഗത്ത് വാട്ടർ ടാങ്ക് വെക്കുന്നതിൻ്റെ അവിടെ ഉള്ള ഫ്രെയിം വർക്കാണ് ഈ കാണുന്നത്. അതിന് ബാത്തി ക്ലാമ്പ്
കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാത്തിയും കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചിമ്മിനിയുടെ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. വീഡിയോകൾ നമ്മൾ പണീൻ്റെ കുറച്ച് തിരക്കായിട്ട് എടുക്കുന്നതായത് കൊണ്ട് തന്നെ വീഡിയോ നമുക്കങ്ങനെ നിർത്തി ഓരോ ഭാഗമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഇതുപോലെ ഒന്ന് ഓടിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ അതിൻ്റെ മുകളിൽ വലിയ രീതിയിൽ നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ നിൽക്കുന്ന എടുത്താണ്. അതുകൊണ്ടാണിത് തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരുന്നത്. 4 തൂണ് കൊടുത്തതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ആ നിപ്പിൽ തന്നെ തിരിഞ്ഞിട്ടാണ് വീഡിയോ അധികം എടുക്കുന്നത്. അതുപോലെ ഈ ഷീറ്റ് ഇട്ടതിന് ശേഷം എടുത്ത വീഡിയോകളും അതിൻ്റെ മുകളിൽ നിന്നിട്ട് എടുക്കുന്നതാണ്. ഇതിൻ്റെ ബാത്തി സെറ്റാക്കിയിട്ടുണ്ട്. യൂറോ കാർഡിൻ്റെ വൈറ്റ് കളർ ബാത്തിയാണ് സെറ്റാക്കിയിട്ടുള്ളത്, സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്ത് ബെൻഡ് ഡ്രോപ്പറാണ് ഇട്ടിട്ടുള്ളത്. അത് പിന്നീട് അത് മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ബെൻഡ് ഡ്രോപ്പർ 2 ഇട്ടപ്പോഴാണ് കസ്റ്റമർക്ക് അത് 4 ഭാഗത്തും അത് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അഴിച്ചു മാറ്റിയിട്ട് എല്ലാ ഭാഗത്തേക്കും ബെൻഡ് ഡ്രോപ്പർ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കഴുകോലൊക്കെ 3.5 പട്ടിക വരുന്നത് 1 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇവർ കമ്പനിക്കാർ പറയുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് സ്ക്രൂ ഒക്കെ അടിക്കാൻ പറ്റും. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിങ്ങൊക്കെ വരുന്ന അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ ആ സ്ക്രൂ അടിക്കുന്നതാണ്. ഇതിൽ പ്രസ്സിങ് കുറച്ച് നമ്മളധികം കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രൂ വാഷറടക്കം അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോവും. ഷീറ്റ് ഇടുന്ന സമയത്തൊക്കെ സൈഡൊക്കെ ഒന്ന് തട്ടിയാൽ തന്നെ കൈയൊക്കെ മുറിയുന്നുണ്ട്. PVC ആകുമ്പോൾ നമ്മളത് അത്ര കണക്ക് കൂട്ടില്ല. ഷീറ്റ് ഇടുമ്പം കൈയൊക്കെ അത്രയും മുറിയുന്നത്. പക്ഷെ അതൊക്കെ കൈയൊക്കെ പെട്ടെന്ന് തന്നെ മുറിയുന്നുണ്ട്. മുകളിൽ നിന്ന് സ്ക്രൂ അടിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒന്ന് അളവ് നോക്കിയിട്ടാണ് അടിച്ചു വിടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഷീറ്റിന് അടിക്കുന്ന പോലെ അടിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ട് വേണം ഇത് അടിക്കാൻ വേണ്ടി. ബാത്തി ടോട്ടൽ വന്നതാണ്.
പരമാവധി കട്ട് ചെയ്ത് സീറ്റിംഗ് ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകുമ്പോൾ വിചാരിക്കും ഒരു സൈഡ് അപ്പുറത്തേക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും ഇതിൽ കിട്ടില്ല. കാരണം ഇത് ഓടിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഡിസൈനിൽ വരുന്നത് കൊണ്ട് തന്നെ തിരിച്ചിടാൻ പറ്റില്ല. നല്ല രീതിയിൽ സ്ലിപ്പായി പോകാനും ഇതിൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണിത്. ഇപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ തീർന്നിട്ടുണ്ടായിരുന്നു. പുതിയ വന്ന റിഡ്ജ് കാര്യങ്ങൾ അതിൻ്റെ എൻഡ് ഒക്കെയാണ് കാണുന്നത്. നമ്മൾ ആദ്യം അടിച്ചപ്പോൾ ഇത്രയും ആയപ്പോൾ മെറ്റീരിയൽ തീർന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഷീറ്റ് നല്ല വെയിറ്റാണ്. നമുക്ക് രണ്ടാം നിലയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കയറ്റാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വെയിറ്റിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തൂണുകളൊക്കെ റൗണ്ട് വെച്ചാണ് അതിന് ചുറ്റും. പിന്നീട് ഫുള്ളായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ സ്ക്വയർ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റാക്കാനുണ്ട്. ഇതിൻ്റെ കമത്ത് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ 2 പീസ് വെച്ച് ജോയിൻ്റ് അടിച്ചിട്ട് സ്ക്രൂ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജോയിൻ്റ് അതുപോലെ സൈഡിൽ വരുന്ന മൂലകൊക്കെ വരുന്ന ജോയിൻ്റ് കറക്റ്റ് ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ അത് നമ്മളാ പൊന്തിയ ഭാഗത്തേക്ക് അടിക്കുന്ന സമയത്ത് ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രൂ മൊത്തം ഊരി വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളിതിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്ലിപ്പാവുന്ന കൂടുതലായതുകൊണ്ട് കയറിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. കയറിട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇത് നല്ല ചൂടുള്ള ടൈമിൽ ചെയ്ത വർക്കായിരുന്നു. ഷീറ്റ് കുറച്ച് കഴിയുമ്പോൾ ചൂടായിട്ട് ചവിട്ടുന്നിടത്തൊക്കെ ഒരു UPVC അങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചവിട്ടുന്നിടത്തൊക്കെ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകാനും സാധ്യതയുണ്ട്. 3 വേ ഒക്കെ സെറ്റാക്കി വരികയാണ്. ഷീറ്റ് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നാല് മൂല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നൊന്ന് വട്ടം തിരിഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വേറെ ഇങ്ങനെ നിന്ന് എടുക്കാൻ പറ്റില്ല. കൂട്ടത്തിലെ സൈഡിൽ കാണുന്ന ആദ്യം ചെയ്ത ഭാഗത്തിനെ കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്. വർക്കുകൾ ചെയ്തതിൻ്റെ വീഡിയോ ഒരുപാട് പെൻഡിങ് ഉണ്ട്. നമുക്ക് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് വലിയ വലിയ വീഡിയോകളൊക്കെ അവിടെ പെൻഡിങ് വെച്ചിട്ട് ചെറിയ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലത്തെ ഒത്തിരി വർക്കുകളുടെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഇടാനുണ്ട്. പരമാവധി നമ്മൾ നോക്കിയിട്ട് ഇടുന്നതായിരിക്കും. വർക്കുകളുടെ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ മുകളിലുള്ള വർക്ക് ഷീറ്റൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സൈഡിൽ ഏണി വെച്ചിട്ട് സാവധാനം നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ
ഇതാണ് അതിൻ്റെ ടോട്ടൽ പുറത്തുനിന്നുള്ള ഒരു വ്യൂ. കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ കസ്റ്റമർക്ക് അതിൻ്റെ ആ ഒരു തൂണ് കാര്യങ്ങളാണ് ചെറുത് കുറച്ചുകൂടെ ലുക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നീട് ലുക്കാക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ഷീറ്റും കൂടെ ഫ്രണ്ട് ഭാഗത്ത് ഇടാനുണ്ട്. അവിടെ ഒരു ചെറിയൊരു മൂല വരുന്നുണ്ട്. അതുപോലെ ചിമ്മിനിയുടെ സൈഡിൽ വരുന്ന ഭാഗം കട്ട് ചെയ്ത് അടുപ്പിക്കാനുള്ളതാണ്. എല്ലായിടത്തും നമ്മൾ കയറങ്ങ് കെട്ടി വെച്ചേക്കുവാണ്, ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ഇത് ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. പിന്നെയുള്ളതെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കയറ്റിയിടാനുള്ളതാണ്. ഇതൊക്കെ മെറ്റീരിയൽ ഷോർട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നത്. കാരണം ഷീറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പല സ്ഥലത്തും വരുന്നതായതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് കസ്റ്റമർ പറഞ്ഞ ഈ ഒരു ഭാഗത്ത് സ്ക്വയർ പൈപ്പ് ചുറ്റും വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്, 2 എണ്ണം. അപ്പോൾ ആദ്യം അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഡിസൈനിൽ തന്നെയാണ് റൗണ്ട് പൈപ്പ് വെച്ചിട്ടുള്ളത്. ഇനി സ്ക്വയർ പൈപ്പ് ചുറ്റും വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ക്രോസായിട്ട് ലൈനും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4 തൂണും അതുപോലെ ആക്കിയിട്ട് കുറച്ചുകൂടെ സൈസ് തോന്നുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതുപോലെ കുറച്ച് ഷീറ്റ് ഇടാനുള്ള ഭാഗം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കട്ട് ചെയ്ത് ഷീറ്റും കൂടെ ഇടുകയാണ്. അവിടെ വരുന്ന 3 വേയും കൂടെ സെറ്റാക്കാനുണ്ട്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ വളരെയധികം റിസ്ക് ആയിരുന്നു. കാരണം വെയിൽ കാര്യങ്ങളുണ്ടായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഫുൾ ടൈം കയറി ഇരുന്നിട്ട് ചെയ്യൽ നടക്കില്ല. അതുകൊണ്ട് മാക്സിമം പണിയെടുക്കുകയാണ് ചെയ്തത്. വെയിലൊക്കെ നല്ല രീതിയിൽ കൊണ്ടിട്ട് വേറെ രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഫുള്ള് തീരുന്നവരെ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. ത്രീവേ നമ്മൾ താഴെ നിന്ന് തന്നെ 2 സൈഡിലേക്കുള്ള ഒന്ന് സെറ്റാക്കി വെച്ച് നോക്കുകയാണ്. കാരണം നമുക്ക് എപ്പോഴും അത് ഒന്ന് സെറ്റായി കിട്ടുന്നില്ല. അവിടെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് എടുത്ത് വെച്ച് നോക്കി, 2 സൈഡ് സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ച് നോക്കി, എങ്കിലും ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അത് ആ മെറ്റീരിയലിനുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു ചെറിയൊരു വേരിയേഷൻ അതിലെങ്ങനെയും കാണിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. അടിച്ച ഭാഗത്ത് കയറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം കയറിടാതെ എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നമ്മൾ ചെറിയൊരു ഒടിവ് 3 വേയിൽ കാണിക്കുന്നുണ്ട്. നമ്മളത് പരമാവധി നോക്കിയിട്ട് സെറ്റാക്കിയിട്ടും അത്രയൊക്കെ കാണിക്കുന്നുണ്ട്.
ഇതാണ് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ. ടാങ്ക് വരുന്ന ഏരിയ. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ കാണിച്ചു തരാം. ബാക്കിയുള്ള ഭാഗം ഇതാ ഇതുപോലെയാണുള്ളത്. കുറച്ച് ലോങ്ങിൽ എടുത്താണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.